നമ്മുടെ എൻ്റയർ ടീം ഒരുപാട് ആളുകൾ രാജസ്ഥാനിലും ചെന്നൈയിലും അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളിൽ വലിയൊരു കൂട്ടം ആളുകളുടെ ഒരു വർഷത്തെ എഫേർട്ടിന്റെ റിസൾട്ട്. മലൈക്കോട്ടെ വാലിബൻ എന്ന ചിത്രത്തിന്റെ ഓരോ വിവരങ്ങളും വലിയ ആവേശമാണ് സിനിമാ പ്രേമികളിൽ നിറയ്ക്കുന്നത്. മോഹൻലാലിനൊപ്പം ലിജോ ജോസ് പെല്ലിശ്ശേരി എത്തുമ്പോൾ മലയാള സിനിമയിൽ ഒരു അത്ഭുതം തന്നെ സംഭവിക്കുമെന്ന പ്രതീക്ഷയിലാണ് മോഹൻലാൽ ആരാധകരും ഒപ്പം സിനിമാസ്വാദകർ പൊതുവിലും. ഏറെ ഹൈപ്പ് ലഭിച്ച മലൈക്കോട്ടെ വാലിബന്റെ ഓരോ അപ്ഡേറ്റും ആരാധകർ ആഘോഷമാക്കുന്നുണ്ട്. വാലിബന്റെ പ്രൊമോഷനുമായി ബന്ധപ്പെട്ട തിരക്കുകളിലാണ് ഇപ്പോൾ മോഹൻലാലും ലിജോ ജോസ് പെല്ലിശ്ശേരിയും മറ്റ് അണിയറ പ്രവർത്തകരും. ഇതിനിടെ ചിത്രത്തിന്റെ 2ാം ഭാഗം എത്തുമെന്ന വാർത്തകളും പുറത്തുവരുന്നുണ്ട്. മോഹൻലാലും ലിജോ ജോസ് പെല്ലിശ്ശേരിയും 2ാം ഭാഗത്തിനായി വീണ്ടും ഒന്നിക്കുന്നു എന്ന റിപ്പോർട്ടുകളായിരുന്നു പുറത്തു വന്നിരുന്നത്. ഇപ്പോഴിതാ വാലിബന്റെ 2ാം ഭാഗം എത്തുമോ എന്ന ചോദ്യത്തോട് പ്രതികരിച്ചിരിക്കുകയാണ് ലിജോ ജോസ് പെല്ലിശ്ശേരി തന്നെ. നിലവിൽ ഇല്ല എന്നും സിനിമ ഇറങ്ങിക്കഴിഞ്ഞിട്ട് പങ്കുവയ്ക്കാൻ കഴിയുന്ന ഒരു സർപ്രൈസ് ഉണ്ടെന്ന് വിചാരിക്കുന്നു എന്നുമാണ് സംവിധായകൻ ലിജോ ജോസ് പെല്ലിശ്ശേരി പറയുന്നത്. അതേസമയം മലൈക്കോട്ടെ വാലിബന് ഒരു പ്രത്യേക ജോണർ ഒന്നും ഇല്ല എന്നും ലിജോ ജോസ് പെല്ലിശ്ശേരി വ്യക്തമാക്കുന്നുണ്ട്. ലിജോയുടെ വാക്കുകൾ ഇങ്ങനെയാണ്: നമ്മളൊരു കഥയാണ് പറയുന്നത്, ആ കഥ എവിടെ വേണമെങ്കിലും നടക്കാം. ഈ ഒരു കഥയ്ക്ക് ഒരു പ്രത്യേക ജോണറില്ല. ഒരു കെട്ടുകഥ അല്ലെങ്കിൽ ഒരു അമർ ചിത്രകഥ വായിക്കുന്നത് പോലെയുള്ള ഒരു കഥയാണ്. ആ കഥയ്ക്ക് ഒരു ത്രില്ലറാണ് അല്ലെങ്കിൽ ആക്ഷനാണ് എന്ന ഓണർ കൊടുക്കുകയല്ല, ഒരു കഥ പറയുക എന്നതാണ്. അതിലാവശ്യമുള്ളതെല്ലാം ഉണ്ടെന്നാണ് ലിജോ ജോസ് പെല്ലിശ്ശേരി പറയുന്നത്. അതേസമയം ഇങ്ങനെയൊരു ഓണറിൽ ഒരു സിനിമ ഇന്ത്യൻ സിനിമയിൽ തന്നെ ഉണ്ടായിട്ടില്ല എന്നാണ് താൻ വിശ്വസിക്കുന്നതെന്ന് ചിത്രത്തെപ്പറ്റി മോഹൻലാലും പറഞ്ഞു. നമ്മൾ സാധാരണ കാണാത്ത ഒരു ടെറൈനിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. സിനിമയിലെ കോസ്റ്റ്യൂമായാലും ഭാഷയായാലും ഗാനങ്ങളും സംഗീതവുമായാലും ആ രീതിയിൽ തന്നെയാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. കഥ പറയുന്ന ഒരു രീതിയാണിത്. വലിയൊരു ക്യാൻവാസിൽ ഏറ്റവും മനോഹരമായി ഷൂട്ട് ചെയ്തിരിക്കുന്ന സിനിമയെന്നാണ് താൻ പറയുന്നതെന്നും മോഹൻലാൽ പറഞ്ഞു. ഒരു സിനിമ നന്നാകണമെങ്കിൽ എല്ലാവരും നന്നായി അഭിനയിക്കണം, സിനിമയിലെ മറ്റ് ഫാക്ടറുകളും നന്നായിരിക്കണം, അതിലുപരി സിനിമയ്ക്കൊരു ഭാഗ്യവും ഉണ്ടായിരിക്കണം. ആ ഭാഗ്യത്തിന് വേണ്ടിയാണ് ഞങ്ങൾ കാത്തിരിക്കുന്നത്. ഒരു നടൻ എന്ന നിലയിൽ വളരെയധികം സംതൃപ്തി തരുന്ന ഒരു സിനിമയാണെന്നും പല ഭാഷകളിലേക്ക് ഡബ് ചെയ്യുന്ന അവസരങ്ങളിൽ അവിടുത്തെ ആൾക്കാർ പറഞ്ഞ കാര്യങ്ങളാണ് താൻ പറയുന്നതെന്നും അവരാരും ഇത്തരത്തിലൊരു സിനിമ കണ്ടിട്ടില്ല എന്നും തന്നോട് കഥ പറയുന്ന സമയത്ത് അതിലേക്ക് എടുത്തു ചാടിയതും അതുകൊണ്ടാണെന്നും മോഹൻലാൽ പറഞ്ഞു. എന്തായാലും മോഹൻലാലിന്റെ അഭിനയ ജീവിതത്തിലെ തന്നെ പ്രധാന സിനിമയാകും വാലിബൻ എന്നാണ് പ്രേക്ഷകരും സിനിമാ നിരൂപകരും കണക്ക് കൂട്ടുന്നത്. അതേസമയം മലൈക്കോട്ടെ വാലിബന്റെ സെൻസറിങ്ങും പൂർത്തിയായിട്ടുണ്ട്. ചിത്രത്തിന് UA സർട്ടിഫിക്കറ്റാണ് ലഭിച്ചിരിക്കുന്നതെന്ന് ട്രേഡ് അനലിസ്റ്റുകൾ റിപ്പോർട്ട് ചെയ്യുന്നു. മലൈക്കോട്ടെ വാലിബന്റെ പ്രദർശന ദൈർഘ്യം 2 മണിക്കൂറും 35 മിനിറ്റുമാണെന്ന് അനലിസ്റ്റുകൾ പറയുന്നുണ്ട്. ജനുവരി 25-നാണ് മലൈക്കോട്ടെ വാലിബൻ തിയേറ്ററിൽ എത്തുന്നത്. LJP മോഹൻലാലും ആദ്യമായി ഒന്നിക്കുന്നത് കൊണ്ട് തന്നെ പ്രേക്ഷകരുടെ ആവേശവും മാനോളമാണ്. ജോൺ ആൻഡ് മേരി ക്രിയേറ്റീവ്സ്, സെഞ്ചുറി ഫിലിംസ്, മാക്സ് ലാബ്, സരിഗമ ഇന്ത്യ ലിമിറ്റഡ് എന്നിവരാണ് ചിത്രത്തിന്റെ നിർമ്മാതാക്കൾ. കൂടുതൽ വാർത്തകൾക്കായി B4 Blaze ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.